വചനം 32. വാക്കർത്ഥം. കല്ല, അങ്ങനെയല്ല, വേണ്ട. വൽ ഖമർ, ചന്ദ്രൻ തന്നെയാണ്. كلا والقمر അങ്ങനെ വേണ്ട, ചന്ദ്രൻ തന്നെയാണ് സത്യം. വചനം 33. വാക്കർത്ഥം. വല്ലൈലി, രാത്രിയും തന്നെയാണ്. ഇദ് അദുബറ, അത് പിന്നിട്ടു പോകുമ്പോൾ. والليل إذ أدبر രാത്രിയുമാണേ സത്യം, അത് പിന്നിട്ടു പോകുമ്പോൾ. വചനം 34. വാക്കർത്ഥം. വസ്സുബ്ഹി, പ്രഭാതവും തന്നെയാണ്. ഇദാ അസ്ഫർ, അത് പുലരുമ്പോൾ, പ്രകാശപ്പെട്ടാൽ. والصبح إذا أسفر പ്രഭാതവുമാണേ സത്യം, അത് പുലർന്ന് പ്രകാശിച്ചു വന്നാൽ. വചനം 35. വാക്കർത്ഥം. ഇന്നഹ, നിശ്ചയമായും അത്. ലഇഹ്ദ, ഒന്ന് തന്നെ, ഒരു കാര്യം തന്നെ. അൽ കുബർ, വലുതായതിൽ, വൻകാര്യങ്ങളിൽ. إنها لإحدى الكبر നിശ്ചയമായും അത്, നരകം, വൻകാര്യങ്ങളിൽ ഒന്നുതന്നെ. വചനം 36. വാക്കർത്ഥം. നദീറൻ, താക്കീതു നൽകുന്നതായിട്ട്, താക്കീതെന്ന നിലയിൽ. ലിൽ ബഷരി, മനുഷ്യന്. نذيرا للبشر മനുഷ്യന് ഒരു താക്കീത് എന്ന നിലയ്ക്ക്. വചനം 37. വാക്കർത്ഥം. ലിമൻ ഷാ, ഉദ്ദേശിച്ചവർക്ക്. മിങ്കും, നിങ്ങളിൽ നിന്ന്. അയ്യതഖദ്ദമ, മുന്നോട്ടു വരുവാൻ, മുന്തുവാൻ. ഔ യതഅഖർ, അല്ലെങ്കിൽ പിന്നോട്ടു പോകാൻ, പിന്താൻ. لمن شاء منكم أن يتقدم أو يتأخر അതായത്, നിങ്ങളിൽ നിന്ന് മുന്നോക്കം വരുവാനോ പിന്നോക്കം പോകുവാനോ ഉദ്ദേശിച്ചവർക്ക്. വചനം 32 മുതൽ 37 വരെയുള്ളതിൻ്റെ വിശദീകരണം. സത്യയാഥാർത്ഥ്യങ്ങളുടെ നേരെ കൽപ്പിച്ചുകൂട്ടി ധിക്കാരം കൈക്കൊണ്ടവർക്ക് സഖർ എന്ന നരകശിക്ഷയാണുള്ളതെന്ന് 26-ാം വചനത്തിൽ അല്ലാഹു താക്കീതു നൽകി. തുടർന്നുള്ള വചനങ്ങളിൽ അതിൻ്റെ ഉഗ്രതയും ഗൗരവവും ചൂണ്ടിക്കാട്ടി. പിന്നീട് വിഷയത്തിൻ്റെ ഗൗരവം ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ്. ചന്ദ്രൻ, രാത്രി, പ്രഭാതം എന്നിവയുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ടുള്ള ആ പ്രസ്താവനയുടെ സാരം ഇങ്ങനെ സംഗ്രഹിക്കാം. അത്, ആ സഖറാകുന്ന നരകം കേവലം അവഗണിച്ചു തള്ളാവുന്ന ഒരു കാര്യമല്ല, ഏറ്റവും വമ്പിച്ച ഒരു കാര്യമത്രയത്. ഇത് ഒരു വ്യക്തിക്കോ ചില വ്യക്തികൾക്കോ മാത്രമുള്ള ഒരു താക്കീതല്ല, മനുഷ്യവർഗത്തിനാകമാനമുള്ള താക്കീതാണിത്. അതെ, മുമ്പോട്ടു വന്ന് സത്യം സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവർക്കും സത്യത്തിൽ നിന്ന് പിന്നോക്കം പോയി ദുർമാർഗത്തിൽ പതിക്കുന്നവർക്കും താക്കീതാകുന്നു.